Yo guys, welcome back to my channel. ഇന്ന് നമ്മൾ കത്തിക്കും ഗൈസ്. മാച്ച് അടിയാൻ പോവാണ് ഗൈസ്. ഇന്നൊരു വിജയത്തിൽ കുറവൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ജയം തന്നെ, അത്ര തന്നെ ഗൈസ്. ഈ ഫ്രണ്ട്സിൽ നെയ്മർ കാസിമറൊക്കെ പോവാണ്, ടൈഫ് പോവാണ്, ഒന്നും നോക്കണില്ല ഗൈസ്. അത് കൊടുക്കന്നെ അവൻ്റെ അവനൊക്കെ ഉണ്ട് ഗൈസ്. ഇവൻ്റെ പേര് പറഞ്ഞല്ലോ, ഒരു മാതിരി പേരല്ലേ, ബാബോലൊക്കെ. അവനും പിടിച്ചാണ് എന്ത് ഇതൊക്കെ നോക്കിയിട്ട് കളിക്കന്നെ. നമ്മൾ ഉറക്കും ഗൈസാണ്, നമ്മളവനെ ഉറക്കും ഗൈസ്. അല്ല അതുപോലെ ഈ ജിക്ക് എടുത്ത് സി എഫ് ഇടുക, സി എഫ് എടുത്ത് ഇടുക, സി ബി ഇടുക, അങ്ങനത്തെ സംഭവം ചെയ്ത് വെക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് നമ്മളെ ഒരു ഇതിൽ സ്ക്വാഡൊക്കെ വരുന്നതാണ് പറയണേ, സ്ക്രിപ്റ്റ് കളിയൊക്കെയാണ് പറയണത്. നമുക്ക് നോക്കാം. സോള ലെറ്റ്സ് ഗോ. ഈസ് കളി കുറച്ച് സംഭവമാണ് ഈസ്, വർത്താനം കുറച്ച്, കളി ഫോക്കസ്, ഏത് മൂഡ് ഗൈസ്. പിടിക്കറ ഡിഫെൻഡിങ് ഒന്നും ഇങ്ങനെ ത്രൂ ഒന്നും ഇതാവില്ല ഗൈസ്. ഉള്ളിൽ പെടന്നെ. സോള ഉള്ളി കയറിയോ അപ്പോൾ അവിടെ സ്പേസ് ഓപ്പൺ ആവും. അടിക്കുക, ക്രോസ് ഇടുക, കുത്തുകതല്ല. മുഞ്ചി പ്ലാനൊക്കെ പോയി, പ്ലാനൊക്കെ വാങ്ങി. ഓക്കെ നമ്മളൊന്ന് പോയി അടുത്ത് തുടങ്ങും. അടുത്ത ടാറ്റിക്സ് പോകും. ഒരു ടാറ്റിക്സ് പൊട്ടി കഴിഞ്ഞാൽ അടുത്ത ടാറ്റിക്സ് അല്ല പിന്നെ. കൊടുക്കറാകും. ഓക്കെ നൈസ്. ഓക്കെ ഓടിക്കോ, സിൽവസ്റ്റർ ഓടിക്കോ, ഒന്നും നോക്കണ്ട. ടോറസ് ഗൈസ്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ കൂടെ പാസ് പോണത് എനിക്കറിയാൻ പാടില്ല. എല്ലാവരും ഇതൊക്കെ കാണുമ്പോ എനിക്കുള്ളിൽ പോയി കയറുന്ന ബോർഡ് തടയാൻ തോന്നുന്നു ഗൈസ്. എന്താ വല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ ഗൈസ്. ബ്രോ രാജക്ക് ഈ പാവളത്തൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. പേരിപ്പോ പാവച്ചിട്ട് വന്നിട്ട് ഈ ബ്രോ ഊട്രാ, അത്രേ ഉള്ളൂ. അടിക്കറ ഇവന്തൊക്കെ അതൊക്കെ അടിക്കാവുന്നുള്ളൂ. പാസ് കൊടുക്കണേ ഇവരെ വീസോളാനോ എനിക്ക് അടുക്ക് സോള ബ്ലിറ്റ്സ് അടിയങ്ങട് ബ്രോ, അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. നിൽക്കും കഴിച്ചു നെക്സ്റ്റ് ഞാൻ കളിക്കാൻ നമ്മളിന്ന് 10 കോടി കളതാ. ഏത് 10 കോടി അടിക്കാന്ന് വെച്ചാൽ 5 അടിക്കാൻ പറ്റും. ഇത്രയൊന്നും ഇല്ലെങ്കിലും 2-3 അടിക്കാൻ പറ്റും കേസ്. വാ നമ്മള് കേസ് കളിക്കുക, അടിക്കുക, പാസിൻ്റെ ഗോൾ അടിക്കുക. പൊക്കോ ഇങ്ങോട്ട് വരണ്ട. ലക്കുണ്ട് കേസ്, കുറച്ച് ലക്കുണ്ട്. ഡോണ്ട് കോൾ ഫോർ ടു മച്ച്. പിന്നെ പ്രഷർ ടു മച്ച് അതൊക്കെ പിടിക്കും. പ്രഷറൊക്കെ വേണം കേസ്. പ്രഷറുള്ള മാച്ചാണ്. നമുക്ക് കുറച്ച് പ്രഷറൊക്കെ കൂട്ടുമ്പോൾ മാനേജർ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ കുടയ്ക്കാൻ പറയണ്ട കേസ്. ഉണ്ടാണ്ടിരിക്കുക. ഒല്ലീസ് ബ്രോ കുറച്ചുകൂടി പവർ അടിക്കേ. ഇപ്പൊ പറയും പവർ കൂടുതലടിക്കാൻ. അങ്ങനെ പറയണം. സിൽവസ്ട്രി അടി. ഡിഫെൻസ് പൊട്ടല്ലേ. നൈസ് പാസ് ഇട്ട് കയറാം നമുക്ക്. പൊട്ടല്ലേ. നൈസ്. റെസ്റ്റിൽ കയറേണ്ട സിൽവസ്റ്റർ ഗൈസ്. ത്രൂ പാസ് ഇട്ട് കൊടുക്കാം. ക്ലോസ് ഇട്ട് കൊടുക്കാം. ഹെഡ്. ഓക്കെ ഗുഡ് വൺ. ഒന്ന് ഉള്ളിൽ കയറാം. അടിക്ക്. നൈസ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ലീഡ് എടുക്കേണ്ട ഒരു ഗോള് അത് മതി ഗൈസ്. നമ്മളാണ് പരമാവധി 3 ഷോട്ട് അടിച്ചത്. 3 ഷോട്ട് ഇറക്കറ്റാണ്. കുഴപ്പമില്ല ഗൈസ്. ഈ ഒരു മാച്ച് വലിയ സീനില്ല ഗൈസ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കണൊക്കെ ഉണ്ട്. വലിയ ലാഗൊന്നുമില്ല ഗൈസ്. പൊളിക്കാം ഗൈസ്.
ഗൈസ് നോ. 10-10. ഗോൾ കീപ്പറാണ് മാൻ ഓഫ് ദ മാച്ച് ഗൈസ്. ഗോൾ കീപ്പറിന് അവര് കൊടുത്തിട്ട് ഞാൻ മാൻ ഓഫ് ദ മാച്ച് ഗോൾ കീപ്പറിന് കൊടുത്തു. അത്ര ഉള്ളൂ ഗൈസ്. സാബി അലോൺസോന്റെ വരുന്നുണ്ട് ഗൈസ്. ബ്രോ സോള പാസ് നെയ്മർ. ഫൗൾ കിട്ടിയില്ല. എല്ലാ കൂടെ കൊടുത്തിട്ടുണ്ട്. സിൽവസ്റ്റർ ഓക്കെ. ഒരു കിട്ടില്ല ക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ അടി ഹെഡ് കുത്ത്. അത്രേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ തുടങ്ങിയൊന്നുമില്ല ഈ ഫുട്ബോൾ ഗോട്ടീസ് ഹിയർ. വെറുതെ പറയണതാ. സിൽവസ്റ്റർ നൈസ് പാസ്. സോള ക്രോസ് ഇട്ടെടുക്കാം. ബ്രോ തേർഡ് ഗോൾ ഗൈസ്. ക്രോസിംഗ് ബൈഡ് ലേശമല്ലേ ഓടിക്കാൻ. സ്റ്റണ്ണിങ് ഒന്നും വേണ്ട ചേച്ചി, തന്നെ മതി. ക്രോസ് ഇട്ടാ മതി. വെറുതെ ഡ്രിബിൾ ചെയ്ത് കളിക്കുക. ക്രോസിൽ കൊടുത്താൽ മതി. ബെറ്റ്സിങ് കണ്ടിട്ട് കിണ്ടിങ് ചെയ്യുന്നില്ല. ക്രോസ് ചെയ്ത് ഹെഡ് ചെയ്യുക. നല്ലൊരു ക്രോസ് എടുക്കുക ആളുണ്ടാവുക, ഹെഡ് ചെയ്ത ആളുണ്ടാവുക. ഇത്രയുള്ള പരിപാടി. ക്രോസ് ടൈം ഒന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇത്ര ഒന്നും ഇതിൽ 2 ഗോൾ. ഫസ്റ്റ് ഗോൾ അടിച്ചേ നോർമലോ മറ്റേ ഒലീസ് അടിച്ചേ, അത് സാധാ ഗോള്. ബാക്കി 2 ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് അടിച്ചേ. അവനും ക്രോസ് ചെയ്യാൻ നോക്കണ്ടാവും. അങ്ങനെ എടുക്കാൻ പാടില്ല ഗൈസ്. അവരെ ഗോൾ കീപ്പറൊക്കെ ഇടുന്നു ഗൈസ്. ഇന്നത്തെ കളി നമ്മൾ തൂക്കി ഗൈസ്. 3-0 ഗൈസ്. ക്ലീൻ ഷീറ്റ്. ഏത് സെറ്റ് കളി എനിക്കിഷ്ടമായി ഗൈസ്. സപ്പ് മാറ്റാം ഗൈസ്. ഇത് കഴിഞ്ഞാൽ സപ്പ് മാറ്റാം ഗൈസ്. കൊണ്ട് കളയല്ലേ. അവനെന്നെ ത്രോ കിട്ടി ഗൈസ്. നമുക്ക് ചെക്കനെ മാറ്റാം ഗൈസ്. സമയമില്ല ഗൈസ്. നമ്മളിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ പൊട്ടും. എനിക്ക് ഓൾ മോൻ ഇറക്കിയിട്ട് ഇവിടെ ഇവൻ ഇറക്കും ഗൈസ്. കുറച്ച് ഞാൻ ഇറക്കിയിട്ട് അങ്ങനെ ഇവൻ ഇറക്കാം ഗൈസ്. സെറ്റ് ഇവിടെ പോട്ടെ. ഇവിടെ പോട്ടെ. എത്ര ഒരാളെ ഇറക്കാൻ പറ്റില്ലേ? CF മാറ്റാം ഗൈസ്. CF ഇല്ലേ? അപ്പം ആരും പറ്റും ഗൈസ്. നമുക്ക് കാലം ഇല്ല. പിന്നെ ഇവനെ മാറ്റാൻ പറ്റും. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ബ്രോ അതല്ല 3-1 പക്ഷെ എനിക്കൊരു ഇത് എളുപ്പമല്ല ഗൈസ്. ഇത് എന്തൊരു ശാപമാണോ? ലാസ്റ്റ് മിനിറ്റ് എങ്ങനെയാണ് അവർ ഒപ്പോണന്റ് വന്ന് ഗോളടിക്കുന്നത്? അല്ല അറിയാമാണോ ചോദിക്കുക. ശാപമാണോ അത്? എല്ലാ കളിയുണ്ടാവും ലാസ്റ്റ് മിനിറ്റ് ഓടിക്കുക എടുക്കും ഗൈസ്. ആണ് ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 7-10 പോയിന്റ് ആയിട്ടുണ്ട്. പിന്നെ എത്ര മതി? സെറ്റാണ്. 9 പോയിന്റാ. 2 കളിച്ചു 6. അപ്പോൾ ഒരു ഡ്രോ വന്നപ്പോൾ 1 പോയിന്റ് കയറും. അപ്പോൾ 7, 8, 9, 10 പോയിന്റ് വരണ്ട ഗൈസ്. ഫസ്റ്റ് 2 കളിച്ചപ്പോൾ 6 പോയിന്റ് ഉണ്ടാവും. പിന്നെ ഡ്രോ വന്നു അപ്പോൾ 7 ആയി ഗൈസ്. ഇത്ര നേരത്തെ വേണ്ടിയുള്ളൂ. നമുക്ക് അടുത്തിട്ട് കാണാം. ബൈ.